എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ മുളപ്പിച്ച മെഴുക്കുവരട്ടിയാണ്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് എങ്ങനെ ചെറുപയർ മണം ഒന്നും കൂടാതെ മുളപ്പിക്കുന്നെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുപയർ മുളപ്പിക്കുന്ന എങ്ങനെയെന്ന് കാണിക്കാനാണ്. വളരെ പോഷകസമ്പുഷ്ടമായിട്ടുള്ളതാണ് ചെറുപയർ. ഒരു കപ്പ് ചെറുപയർ നന്നായി കഴിയുന്ന ശേഷം തലേദിവസം രാത്രി ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണിത്. ഇപ്പം രാവിലെ ആയപ്പോൾ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞ് കുറച്ച് വെള്ളമുണ്ട്. ഇതെങ്ങനെ നമുക്ക് മുളപ്പിക്കാം എന്നത് കാണിക്കാം. ഇത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പോഷകസമ്പുഷ്ടമായിട്ടുള്ളതാണ് ചെറുപയർ. ഈ ഒരു അരിപ്പയിലാണ് ഞാൻ മുളപ്പിക്കാനായിട്ട് വെക്കുന്നത്. കാരണം ഞാൻ പല ടൈപ്പും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. തുണിയിൽ അല്ലെങ്കിൽ നമ്മളൊരു അടച്ച് വെച്ച് അതിനകത്ത് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബാഡ് സ്മെല്ലാണ്. ഇങ്ങനെയുള്ള അരിപ്പയിലിട്ടാൽ ഇതിന് മണം ഉണ്ടാകത്തില്ല. ബാഡ് സ്മെല്ല് ഒഴിവാക്കും. ഇനി ഇത് 12 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ പയർ വെച്ചിട്ട് 14 മണിക്കൂറായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് മുള വലുതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്ര നീളത്തിൽ വന്നിട്ടുണ്ട്. വളരെ ഗുണമുള്ള ഒരു ഇതാണ് മുളപ്പിച്ച പയർ. ഇത് സലാഡായിട്ട് ഉപയോഗിക്കാം, ഇത് മെഴുക്കുവരട്ടിയായിട്ടും വേണം വെക്കാം. അപ്പം ഞാനിതിപ്പം മെഴുക്കുവരട്ടി വെക്കാൻ പോവാണ്. ഇതിപ്പം ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് ഒരു ബാഡ് സ്മെല്ലും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെയിനറി വെക്കാനായിട്ട് പറയുന്നത്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സവോള അരിഞ്ഞതും 4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മഞ്ഞൾ ഈ ലോ ഫ്ലെയിമിൽ ഇടണം. വറ്റൽമുളക് ചതച്ച പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. 1 തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചെറുപയർ മുളപ്പിച്ചത് ചേർക്കുകയാണ്. കൂട്ടി യോജിപ്പിക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണം. മൂടി തുറന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. പയർ വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്തുടഞ്ഞാലും ഈ കറിക്ക് ടേസ്റ്റ് കാണത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.